വളരെ സിമ്പിളും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബനാന കേക്കാട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വയ്ക്കുക. ആ സമയം കൊണ്ട് ഞാൻ ഡിന്നറും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ചിക്കനാണ്. ചിക്കൻ്റെ കൂടെ എനിക്കിങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ബനാന നന്നായിട്ട് പഴുത്ത ബനാനയാണ് എടുക്കേണ്ടത്. നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് ഒരു മുട്ട അതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇത് മിൽക്കാണ്. ഒരു 1/2 കപ്പ് മിൽക്ക് അത് ആഡ് ചെയ്യുന്നുണ്ട്. വാനില എസൻസ്, വാനിലേൻ്റെ പൗഡർ നാച്ചുറലായിട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഒരു സ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീക്ക് യോഗേർട്ടാണ്. പിന്നെ 1/2 കപ്പ് വെജിറ്റബിൾസ് ഓയിലും നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ അത് 1 കപ്പാണ് ഞാൻ ആഡ് ചെയ്തത്. 1.5 കപ്പ് ഞാൻ പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡയാണ് ഞാൻ യൂസ് ചെയ്തത്. അതൊരു 1/2 സ്പൂൺ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ വയ്ക്കുക. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഇത്തിരി ചോക്കോ ചിപ്സും നമ്മുടെ വാൾനട്ടും ഇടുന്നുണ്ട്. ബനാന കേക്കിന് വാൾനട്ട് നല്ല കോമ്പിനേഷനാണ്. വാൾനട്ടും ആൽമണ്ടും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇടാം. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. അതിന് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 150 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബനാന കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം.